ഹലോ ഗൈസ്, എല്ലാവർക്കും ബ്രൈഡ് കേരള മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട് ഉളുപ്പുണ്ണിയുടെ ഒരു ഹിൽ വ്യൂ പോയിന്റിലാണ് നമ്മൾ പോയിരുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഉളുപ്പുണ്ണിയിലെ തന്നെ വേറൊരു ഡെസ്റ്റിനേഷനാണ്. അവിടെ വാട്ടർഫോൾസും ടണലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെയും കുറച്ച് ആളുകൾ കൂടുതലുണ്ട്. പക്ഷേ ഇവിടെ വണ്ടികളും അവരെല്ലാം താഴത്തോട്ടൊക്കെ മാറിയിരിക്കാൻ തോന്നും. നമുക്ക് എന്നായാലും ഇവിടുത്തെ കാഴ്ചകളുമൊക്കെ കണ്ട് അപ്പോൾ അതൊക്കെ സന്തോഷകരമായിട്ട് നമുക്ക് പോവാം. നമ്മളിപ്പോൾ പോകുന്നത് ഉളുപ്പുണ്ണിയിൽ തന്നെയുള്ള ഒരു ടണലിലോട്ടാണ് പോകുന്നത്. ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയാണ് ഈ കൂവലും ബഹളമൊക്കെ കേൾക്കുന്നത്. നമുക്ക് എന്നായാലും പതുക്കെ അകത്തോട്ട് കയറാം. ഇതാണ് നമ്മൾ പറഞ്ഞ ടണൽ. ടണലിൻ്റെ അകം ഇതാണ്. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ എന്തായാലും വീഡിയോക്ക് ക്ലാരിറ്റി ഉണ്ടായില്ല. കാരണം വെട്ടമില്ലാത്തതുകൊണ്ട് ക്ലാരിറ്റിയുടേതായ ഒരു പ്രശ്നമുണ്ടാകും. നമുക്ക് മാക്സിമം നോക്കാം ഉണ്ടാക്കിയാൽ. അങ്ങറ്റത്തിൽ അവിടെയാണ് അതിൻ്റെ അറ്റം. വീഴരുതേ, ഇത് സിമെന്റാ. ഇങ്ങനെ കുറേ കയറി പോയത്. അപ്പോൾ നമ്മൾ ടണലിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ മുഴുവൻ ദൂരം പോയിട്ടില്ല. കാരണം അത് നല്ല ദൂരമുണ്ട്. കാരണം അതിലവിടെ നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കല്ലൊക്കെ വെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് വഴി. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ തിരിച്ചു പോന്നു. നമുക്ക് എൻ്റെ അപ്പുറം ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട്. ചെറുതാണ്, അകത്ത് പക്ഷെ അധികം എഴുക്കില്ലല്ലോ കേട്ടോ. പക്ഷേ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പുറത്തെ പാറയ്ക്ക് നല്ല എഴുക്കലുണ്ട്. ചെറിയ ചെറിയ പീസ് മൊന പോലെ നിൽക്കുന്നുണ്ട്. ഈ പാറയുടെ അവർ വെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഇതായതുകൊണ്ട് അതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും നടക്കാൻ പാടാണ്. അതുകൊണ്ടാണ് അധികം ദൂരം പോകാതെ കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചിങ്ങ് പോകുന്നത്. ഇതാണ് നമ്മൾ ചെറിയൊരു വാട്ടർഫോൾസ് ഇതിലുള്ളത്. മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ, ശക്തമായിട്ടുള്ളൂ. ഇല്ലെങ്കിൽ വലിയ ഒഴുക്കൊന്നുമില്ല. ഇതുവഴിയാണ് പുഴ പോകുന്നത്. അത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക ഒരു കണക്കൂട്ടിലും ആ ദശയും വെച്ചിട്ട് ഏകദേശം ഇടുക്കി ഡാമിലോട്ടുള്ള വെള്ളം തന്നെ ആയിരിക്കും പോകുന്നത്. ഡാം ആ ഒരു പ്രദേശത്താണ് ഡാം കാണുന്നത്. അതുകൊണ്ട് ആ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും ഒഴുകുന്നത്. ഇവിടെ എല്ലാം വെള്ളം മഴക്കാലത്ത് വെള്ളം കുത്തി ഒഴുകുകയെന്ന് വെച്ചിട്ട് ഇവിടെ എല്ലാം കുഴിയായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് തിരിച്ച് നമ്മുടെ ജീപ്പിലോട്ട് പോവാം. അപ്പോൾ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തു. ഇതുവഴിയാണ് നമുക്ക് നടന്നു കയറി പോകേണ്ട കാനന പാത. ഇതാണ്.
നമ്മളിപ്പം ഉൾപ്പുണിയിലുള്ള ഒരു ഫോറസ്റ്റിൽ കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിക്കുള്ളിൽ കൂടെ നടക്കാവുന്നതാണ്. അതൊരു പ്രത്യേക ഫീല് തന്നെയാണ് നമുക്ക് തരുന്നത്. നമ്മളിങ്ങനെ നല്ല ശുദ്ധമായ വായുവൊക്കെ ശ്വസിച്ച് ഇതുവഴി നടക്കുക. അതൊരു അനുഭൂതി തന്നെയാണ് നമുക്ക് നൽകുന്നത്. വേറെ ആരുടെയും പുറം നഗരവുമായിട്ട് വേറെ ആരും ഒരു ശല്യവുമില്ലാതെ ഈ കാട്ടിനകത്തൂടെ ഇങ്ങനെ നമ്മൾ നടക്കുക. നമ്മളിപ്പം കാടിൻ്റെ അകത്തോട്ട് അധികം കയറ്റി വിടുന്നില്ല. കാരണം കൊറോണ ഭീതി ഉള്ളതുകൊണ്ട് കാടിൻ്റെ അകത്തോട്ട് അധികം ഫോറസ്റ്റുകാർ അലൗഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഈ ഓഫ് റോഡ് എന്ന് പറഞ്ഞുള്ള യാത്ര ഉണ്ടല്ലോ, വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നടുവിൻ്റെ ഒക്കെ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് നടുവിൻ്റെ ഒക്കെ പരിപ്പിളയിട്ടു. നമ്മുടെ യാത്ര കഴിഞ്ഞ ഓഫ് റോഡ് യാത്ര കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തെത്തി. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക, ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ കൂടെ വന്ന ബ്രോയുടെ പേര് സുജിത്താണ്. ഇവരുടെ ശ്രീലക്ഷ്മി ഹോളിഡേയ്സ് വാഗമൺ കോട്ടേജ് ആൻഡ് റൂംസ് ഡോർമെറ്ററി ഇതെല്ലാം അവൈലബിൾ ആണ്. അവരുടെ ഇതുകൊണ്ട് ബോർഡുണ്ട്, ഞാനത് കാണിച്ചു തരാം. താല്പര്യമുള്ളവർ ഇവരുമായിട്ട് ബന്ധപ്പെടുക. ഇതാണ് ഇവരുടെ ഡീറ്റെയിൽസ്. ഇവരുമായിട്ട് ഇങ്ങനെ ഒരു ഓഫ് റോഡ് ഡ്രൈവ് പോകാൻ താല്പര്യമുള്ളവർ പുള്ളിയായിട്ട് ബന്ധപ്പെടുക. പുള്ളിയുടെ പേരാണ് സുജിത്ത് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.